അങ്ങനെ കാത്ത് അവസാനം സാധനങ്ങളെല്ലാം കൈ കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം ദിവസമായിട്ട് ഞാൻ ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്ത പല ടൈമിലാണ് കിട്ടിയപ്പോഴും സ്വാഭാവികമായിട്ട് പല ടൈമിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചത്. ഞാൻ ഇതൊരു ജേർണലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ബുക്കിനകത്ത് 20 ഷീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റിക്കറിനകത്ത് എന്തൊക്കെയുണ്ട്, അതായത് ഈ ബുക്കിനകത്ത് ഏതൊക്കെ സ്റ്റിക്കർ ഉണ്ടെന്ന് ഇതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാം. പിന്നെ എനിക്ക് ഏറ്റവും വർത്തായിട്ട് തോന്നിയ ഒരു ഐറ്റമാണ് ഈ സാധനം. ഈ സിസേഴ്സ് നമുക്ക് പല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സിസേഴ്സ് ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 150 റുപ്പീസേ ഉള്ളൂ. ആ 150 റുപ്പീസിന് നമുക്ക് 6 പീസ് ഓഫ് കത്രിക കിട്ടും. അടിപൊളി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പേപ്പർ കട്ട് ചെയ്യാൻ നല്ല സ്മൂത്ത് ആയിട്ട് പറ്റും. കൂടുതൽ ഈ ബർത്ത്ഡേ കാർഡ് അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ ഇത്. പിന്നെ ഇത് വെച്ചിട്ട് കാർഡ്ബോർഡ്സ് ഒന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം നല്ല രീതിക്ക് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് അതിലോട്ടൊന്നും ആരും കൈ കടത്തണം. പിന്നെ ഞാൻ കുറച്ച് അതേ സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ട്. സ്റ്റിക്കറിന് ഒരു ഘോഷയാത്ര തന്നെയാണ്. എന്തിനാണ് ഇത്രയും മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചീപ്പ് റേറ്റിലാണ് ഈ സ്റ്റിക്കറെല്ലാം കിട്ടിയത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് കണ്ടപ്പോൾ ഞാനങ്ങ് ആരും മേടിച്ചെന്നേ ഉള്ളൂ. ആവശ്യം വരുമല്ലോ. പിന്നെ ഈ സാധനം എനിക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമായിരുന്നു. ഇതാണ് പെൻ കട്ടർ. ഒട്ടുമിക്ക ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ബട്ട് എൻ്റെ കയ്യിൽ ഈ സാധനം ഇല്ലായിരുന്നു. എൻ്റെ കയ്യിൽ നോർമലായിട്ടൊരു കട്ടർ ആയിരുന്നുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തുരുമ്പടിച്ച് പോകുന്നായിരുന്നു. പിന്നെ ഇതിൻ്റെ അറ്റം നന്നായിട്ട് കൂർത്തിരിക്കുന്നതുകൊണ്ട് കയ്യെ കയറിയാൽ തീർന്നു. പിന്നെ ഇതിൻ്റെ കൂടെ 4 ബ്ലേഡും വരും. പിന്നെ ആവശ്യമായിട്ടുണ്ടായിരുന്ന ഒരു സാധനം, ആവശ്യമൊന്നല്ല അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമായത് ഈ കട്ടിംഗ് മാറ്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കേട്ടോ, നല്ല ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ കണ്ടോ നല്ല കട്ടിയായിട്ടുണ്ട് സൈഡൊക്കെ. അതുപോലെ തന്നെ കുറേ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ സൈസ് കുറച്ച് ചെറുതായിപ്പോൾ ഞാനിത് അത്യാവശ്യം വലുതാന്ന് ഓർത്താണ് ഓർഡർ ചെയ്തത്. ബട്ട് സാധനം കൊള്ളാം കേട്ടോ. ആ പൈസയ്ക്ക് അത് ഭയങ്കര വെർത്തായിട്ട് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ കയ്യിലുള്ള കളേഴ്സൊക്കെ അത്യാവശ്യം തീർന്നു വന്നു. പിന്നെ എൻ്റെ കയ്യിൽ പെൻസിൽ കളർ ഇല്ല. അതുകൊണ്ട് ഞാനൊരു പെൻസിൽ കളർ വാങ്ങിച്ചു. അപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലടാ. എന്തോ സൈസാണെന്നറിയോ ഇതിന്. ഞാൻ ചെറുതാണെന്ന് വിചാരിച്ചാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഈ ചെറുതാണെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തതെല്ലാം വലുതാണെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം ചെറുതും. ബട്ട് ഇത് കൊള്ളാം കേട്ടോ. ഡോംസിൻ്റെ അടിപൊളി പ്രോഡക്റ്റ് കേട്ടോ. അത്യാവശ്യം വലിയ സൈസുള്ളതുകൊണ്ട് ഇനി നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഈ സാധനം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ബട്ടർ പേപ്പർ. ഇതെന്തിനാണ് മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ്. അതിന് 1-2 എണ്ണം പോലെയെന്ന് വെച്ചാൽ മതി. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തപ്പോഴത്തേന് 80 ഷീറ്റാണ് കിട്ടിയത്. ഇനിയിപ്പോൾ ബാക്കി വീട്ടിലേക്ക് കൊടുക്കാനല്ലാതെ വേറെ വഴിയൊന്നുമില്ല. സോ ഇതോടുകൂടി സ്റ്റിക്കറിൻ്റെ അധ്യായം ഇവിടെ തീരുന്നു. ഞാൻ കുറച്ച് ഗിവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അപ്പോൾ അൺബോക്സിംഗ് കഴിഞ്ഞപ്പോൾ ഇതായിരുന്ന അവസ്ഥ. അപ്പോൾ ബൈ.